കോടിയേരി ബാലകൃഷ്ണൻ്റെ മായാത്ത ഓർമ്മകളിൽ ജീവിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. രാഷ്ട്രീയത്തിലേതുപോലെ തന്നെ കുടുംബത്തിനും ആ വിടവ് നികത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ 24നോട് പറഞ്ഞു. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ അച്ഛൻ പറഞ്ഞ വാക്കുകൾ എന്നും കരുത്താണെന്ന് ബിനീഷ് കോടിയേരി മകൻ. കോടിയേരി ബാലകൃഷ്ണൻ വീട്ടിൽ നിന്ന് അരുൺ പൂപ്പറമ്പയുടെ റിപ്പോർട്ട്. കേരള രാഷ്ട്രീയത്തിൽ പകരം വെക്കാനില്ലാത്ത പേരാണ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞ് 3 വർഷം പിന്നിടുകയാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തി രാഷ്ട്രീയ ജീവിതങ്ങൾ അടയാളപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നുള്ള മ്യൂസിയത്തിലാണ് നമ്മളുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബം കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. 3 വർഷം പിന്നിടുകയാണ്. എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ? രാഷ്ട്രീയത്തിൽ ആ വിടവ് ഇതുവരെ നികത്താൻ കഴിഞ്ഞിട്ടില്ല. കുടുംബത്തിലെങ്ങനെയാണ്? കുടുംബത്തിൻ്റെ വിടവ് ഒരിക്കലും നികത്താൻ പറ്റില്ലല്ലോ. നമുക്ക് ആ വിടവ് ഞങ്ങളെല്ലാം അവസാനിക്കുന്നത് വരെ അത് അതേപോലെ തന്നെ നിൽക്കും. ആ വിടവ് അങ്ങനെ തന്നെ നിൽക്കുന്നു. ഞങ്ങൾ ആ ഓർമ്മകളുമായിട്ട് അങ്ങനെ കഴിയും. അമ്മ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ, പ്രത്യേകിച്ച് CPM രാഷ്ട്രീയത്തിൽ പോലും ഈ പ്രതിസന്ധി വരുന്ന സമയത്ത് കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർമ്മിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ പ്രതികരിക്കുന്നവർ പോലും ഉണ്ട്, അല്ലെങ്കിൽ വളരെ ഗൗരവമായി അങ്ങനെ ചർച്ച ചെയ്തതുകൊണ്ട് അത് ഒരു അങ്ങനെ ഓർത്തെടുക്കുന്നത് കോടിയേരിക്കുള്ള ഒരു അംഗീകാരം കൂടിയല്ല. സ്വാഭാവികമായിട്ടും അത് അച്ഛന് കിട്ടുന്ന, അച്ഛൻ എന്തായിരുന്നു എന്ന് ജനങ്ങളുടെ മനസ്സിൽ അടയാളപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഓരോ സഖാക്കളുടെ മനസ്സിലും കോടിയേരി എങ്ങനെയാണ് അടയാളപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണത്. അപ്പം പല ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ, പാർട്ടിക്ക് എതിരായിട്ടുള്ള പല ചോദ്യങ്ങളും ഉയർന്നു വരുമ്പോൾ അതിനെല്ലാം ഉള്ളൊരു ഉത്തരമായിരുന്നു കോടിയേരി. ഒരു പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിൻ്റെ സമയം വരുമ്പോൾ ഒക്കെ തന്നെ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ഓർമ്മ മനസ്സിൽ ആളുകൾ വിരിയുന്നു അല്ലെങ്കിൽ മനസ്സിൽ പതിയുന്നു എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ അംഗീകാരം. അപ്പോൾ ജനങ്ങളുടെ മനസ്സുകളിൽ അടയാളപ്പെട്ടിട്ടുള്ള ഒരാളെ വിസ്മൃതിയിലേക്ക് പോകാൻ ഏത് കാലഘട്ടത്തിലും ജനങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സഖാവ് കോടിയേരി എന്ന് പറയുന്നത്. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കേരള രാഷ്ട്രീയത്തിൽ എന്തായിരിക്കും അച്ഛൻ്റെ സ്പേസ് എന്നാണ് കരുതുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അച്ഛൻ നേരത്തെ എന്തായിരുന്നു അച്ഛൻ്റെ സ്പേസ്? ആളുകളെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ, ആളുകൾക്കുള്ള പരാതികൾ കേൾക്കുന്നതിൽ, ആളുകൾക്ക് പാർട്ടിയുമായിട്ടുള്ള ബന്ധം കൂട്ടിയുറപ്പിക്കുന്നതിൽ, വ്യക്തികൾക്ക്, സംഘടനകൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് CPMനോട് ചേർന്ന് നിൽക്കാൻ എന്നുള്ളതിൻ്റെ ഒരു പാലം കൂടിയായിരുന്നു കോടിയേരി. അപ്പം ആ അർത്ഥത്തിൽ ഇപ്പോൾ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ CPMൻ്റെ അകത്ത് കൂടുതൽ വ്യക്തികളെയും കൂടുതൽ മുന്നണികളെയും കൂടുതൽ ആളുകളെയൊക്കെ തന്നെ ചേർത്ത് നിർത്തുന്ന രീതിയിലേക്ക് ഒരു വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ തന്നെ എന്തായിരുന്നു അച്ഛൻ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് അത് തുടരുമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് ഓർമ്മകളുണ്ടാവും അച്ഛൻ്റെ കാലത്തെ. എങ്ങനെയാണ് 3 വർഷം പിന്നിടുമ്പോൾ ഓർത്തെടുക്കും? ഇപ്പോൾ അച്ഛനില്ലായിട്ട് ഇപ്പോൾ 3ാമത്തെ വർഷമാണ്. ഇപ്പോൾ ഓരോ ദിവസവും ഇപ്പോൾ ബിനീഷ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ, ഞാൻ കൂടുതലും ദുബായിൽ നിൽക്കുന്ന ഒരാളാണ്, ഇപ്പോൾ ഏതൊരു മലയാളിയെ കാണുമ്പോഴും അവർക്കെല്ലാം ആദ്യം അച്ഛനെക്കുറിച്ചുള്ള വാക്കുകളായിരിക്കും ആദ്യം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അച്ഛനെക്കുറിച്ച് ഓർക്കുന്നു, ഇപ്പോഴും ഓർക്കുന്നു. അച്ഛനില്ലാത്ത വേദന എപ്പോഴും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. എന്തായാലും കോടിയേരി ബാലകൃഷ്ണൻ്റെ ഓർമ്മകളിലാണ് കുടുംബവും മുന്നോട്ട് പോകുന്നത്. മിഥുൻ ചാത്തോദിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. എന്തായാലും മലയാള രാഷ്ട്രീയ രംഗത്ത്, കേരള രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും നിറസാന്നിധ്യമായി നിലകൊള്ളുകയും എപ്പോഴും ഒരു സൗമ്യ മുഖമായി കാണുകയൊക്കെ ചെയ്ത കോടിയേരിയെ നമ്മൾ ഇപ്പോൾ അനുസ്മരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.